ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ CZ പണ്ട് യൂസ് ചെയ്തിരുന്നിട്ടുള്ള സംഭവമാണ് ഫഡ് ന്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട്. പുള്ളി എന്തോ നമുക്ക് എന്താ പറയുക, കർമാന്നോ എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ തന്നെ ഈ 444 എന്ന് പുള്ളി ഫഡ് കാണിച്ചുകൊണ്ട് ഇപ്പം 4 മാസം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായി. സോ ഇന്നലത്തെ ന്യൂസ് വന്നിരുന്നു, നിങ്ങൾക്കറിയാം CZ ബൈനാൻസിന്റെ ഫൗണ്ടറുമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. സോ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് അറിയാമെന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ബൈനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് വഴി ആന്റി മണി ലോണ്ടറിങ്, അതായത് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾക്കെല്ലാം ഫണ്ട് കൊടുക്കാൻ ഇവർ സഹായിച്ചു എന്നുള്ള രീതിയിലാണ് വന്നത്. കാരണം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എക്സ്ചേഞ്ച് പ്രവർത്തിക്കും, തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറേ റെഗുലേഷൻസ് ഉണ്ട്, കുറേ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സോ അത് ബൈനാൻസ് ഫോളോ ചെയ്തില്ല എന്നുള്ളതും ഈ ആന്റി മണി ലോണ്ടറിങ് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്വേഷൻസ് ഒന്നും എടുത്തില്ല എന്നുള്ളതുമാണ് ഇതിന്റെ കുറ്റകരമായിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഫണ്ട് മീൻസ് ടെററിസ്റ്റ് ആക്ടിവിറ്റികൾക്കെല്ലാം ഫണ്ട് ബൈനാൻസ് വഴി പോയി എന്നുള്ളത് കൊണ്ടാണ് CZനെതിരെ കേസ് വന്നത്. കാരണം പുള്ളിയായിരുന്നു അതിന്റെ CEO ഉണ്ടായിരുന്നത്. സോ പുള്ളി അക്സെപ്റ്റ് ചെയ്തു, പുള്ളി അത് സംഭവം ഗിൽറ്റി ആണെന്ന് പറഞ്ഞു. കാരണം ഞാനത് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല, അത് മറന്നുപോയി, എൻ്റെ ഫ്ലോ ആണ്, മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം കേസ് നടന്നപ്പം ഇന്നലെ കുറെ കേസും കുറെ 43 ബില്യണോളം അത്ര പെനാൽറ്റി അടയ്ക്കാൻ പറഞ്ഞു. ബൈനാൻസ് അത് പേ ചെയ്തു. പിന്നെ പുള്ളിയുടെ കാര്യത്തിലായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നു. പുള്ളിക്ക് 3 വർഷം വരെ ജയിലിൽ കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു ഒപ്പോസിഷൻ പറഞ്ഞിരുന്നത്. പിന്നെ പുള്ളിക്ക് ഫാമിലി ഉണ്ട്, ഫാമിലി മാൻ ആണ്. ഇങ്ങനെ ബൈനാൻസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സംഷൻ ഒക്കെ പറഞ്ഞ് അറൌണ്ട് 4 മന്തിന്റെ പ്രിസൺ ആണ് കൊടുത്തത്. അപ്പം പുള്ളി പ്രിസണിലാണ് 4 മാസം. ഈ ഫഡ് എന്ന് കാണിച്ചപ്പോൾ കറന്റ് 4 മാസമായിട്ട് ഇനി അടുത്ത 4 മാസത്തേക്ക് പുള്ളി പ്രിസണിലായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇന്നലെ ആവണം എന്നാണ് അതാണ് കോടതി വിധിച്ചത്. സോ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇതുകൊണ്ടും ഇതൊക്കെ കൂടി കണ്ട് തന്നെയാണ് നമ്മുടെ ബിറ്റ്കോയിന്റെ പ്രൈസ് വീണ്ടും നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 57,000 വന്നിട്ടുണ്ട്. നമുക്കറിയാം അറൌണ്ട് 72-73 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 51,000 68 എന്നൊക്കെയാണ് ഒറ്റയടിക്ക് 57 ഏകദേശം 10,000 അടുത്തൊക്കെയാണ് വന്നത്. സോ ഇതിന് പ്രധാനമായിട്ട് കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളിപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് റീസണിങ് പല കാരണങ്ങളുണ്ട്. നമ്മുടെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു മാർക്ക് ചെയ്തപ്പോൾ ഞാൻ മുമ്പ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഇത് 4 അവർ ചാർട്ടാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ഭാഗത്ത് ലാസ്റ്റ് ക്യാൻഡലിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഭാഗത്തും നമ്മളുടെ ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ട്. സോ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഏകദേശം 51,000 സോണൊക്കെയാണ്. സോ ആ ഒരു ഭാഗത്ത് ഇപ്പം ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല പ്രൈസ്. മേ ബി കറക്ഷൻ എടുത്ത് 51 വരാം, ഒരു വിക്കെങ്കിലും വരാം എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം അത്രയ്ക്ക് വരുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഒരു കറക്ഷൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ കറക്ഷൻ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി ഇതിന്റെ മുൻപത്തെ ബിറ്റ്കോയിൻ ഹാവിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എപ്പോഴും ഹാവിങ് കഴിഞ്ഞ ചെറിയ രീതിയിലൊരു കറക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു കറക്ഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. സോ അതങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ റീസൺസ് പറയുകയാണെന്ന് വെച്ചാൽ വേറൊരു കാര്യം, ബൈനാൻസിന്റെ ഈ ഒരു ഇൻഫ്ലുവൻഷ്യൽ, പുള്ളി അറിയാം കാരിപ്റ്റോയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് CZ എന്നുള്ളത്. സോ പുള്ളിക്ക് ജയിലിൽ വന്നു എന്നുള്ളത് സാം ബാങ്ക്മാനെ പോലെ അല്ല. പുള്ളി കാണിച്ചതല്ല, പുള്ളി ഡ്യൂട്ടി ചെയ്യുന്നില്ല. പുള്ളിയുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ച കാരണമാണ് പുള്ളി ജയിലിൽ കിടക്കുന്നത്. പുള്ളി കള്ളത്തരം കാണിച്ചു എന്നല്ല പറയുന്നത്. സോ അത്രയ്ക്കില്ലെങ്കിലും 4 മാസം പുള്ളി അപ്പം അതൊരു തരത്തിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിനെ ഷേക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമുക്കറിയാം ഇപ്പം കുറേ BTC എല്ലാം വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ETFs ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ബ്ലാക്ക് റോക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ലാസ്റ്റ് കുറച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട്ഫ്ലോസ് ആണ് കൂടുതൽ വന്നേക്കുന്നത്. ബിറ്റ്കോയിൻ ETFസിന്റെ ഔട്ട്ഫ്ലോസ് പുറത്തോട്ട് പോയേക്കാണ് കൂടുതൽ ഉണ്ടായേക്കുന്നത്. കാരണം ഇൻഫ്ലോസ് എന്ന് ഉദ്ദേശിക്കുന്ന പുതിയ ഫ്രഷ് മണീസ് ഈ BTC ETF വാങ്ങാനായിട്ട് വന്നിട്ടില്ല എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ കാണാം ഗ്രേ സ്കെയിൽ GBTCയിൽ ഏറ്റവും 93.2 മില്യണോളം ഔട്ട്ഫ്ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആകെ ARK എന്ന് പറഞ്ഞത്, ARK നമുക്കറിയാം, ARKB എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ വന്നേക്കുന്നത് ഏകദേശം 3.6 മാത്രമാണ് ഇൻഫ്ലോ വന്നേക്കുന്നത്. പിന്നെ മറ്റതെല്ലാം ചെറിയ രീതിയിൽ വലിയ രീതിയിലുള്ള ഇൻഫ്ലോസ് ഒന്നും വന്നില്ല. പുതിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ ETF വന്നിട്ടില്ല. സോ ഇത് ഒരു കേസാണ്. പിന്നെ ബ്ലാക്ക് റോക്ക് അക്സെപ്റ്റ് ചെയ്തെങ്കിലും അവരിൽ നിന്നും പുതിയ രീതിയിലൊരു ഫണ്ട് ബിറ്റ്കോയിൻ ETF വന്നിട്ടില്ല എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതൊക്കെ കൊണ്ടും ഈ ഒരു ന്യൂസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ റാലി തന്നിരുന്നല്ലോ. ഇനിയിപ്പം BTC ഒരു ഡൗണിൽ നിന്ന് മെല്ലെ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്കൊക്കെ പോകുമ്പം ഹോപ്പ്ഫുള്ളി വി ക്യാൻ എക്സ്പെക്ട് ആൾട്ട് കോയിൻ സീസൺ ഓൾസോ. ലൈക്ക് നല്ല ബിറ്റ്കോയിൻ ഹാവിങ് ഉണ്ടാകും. കൂടുതൽ മണീസ് എല്ലാം ഈ പറഞ്ഞ ബിറ്റ്കോയിനിലേക്ക് വന്നു കഴിഞ്ഞ് കുറച്ചങ്ങ് പമ്പായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു കറക്ഷൻ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഫേസിൽ വരും. അതിനുശേഷമായിരിക്കും ഓൾ സീസൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവാറ്. സോ അത് ഒരു കേസായിട്ടാണ് പറഞ്ഞത്. ഇത് രണ്ടൊക്കെ കൂടിയിട്ടാണ് മെയിനായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പം മേജർ സപ്പോർട്ട്സ് ഒക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ബൈനാൻസിനകത്താണ് ലിക്വിഡ് എക്സ്ചേഞ്ച്. ഒരുപാട് വലിയ വാൾസ് ഉണ്ട്. ഇത് ബിറ്റ്കോയിൻ ബൈ ചെയ്യാനുള്ള വാൾസ്, അതായത് 50,000 അടുത്തായിട്ട്
ഒരുപാട് ബൈ ഓർഡേഴ്സ് കിടക്കുന്നുണ്ടെന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്രൈസ് റേഞ്ച് ആയിട്ടാണ് ഈ 50,000 ഒക്കെ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, കോയിൻ ഗ്ലാസ് പറഞ്ഞ സംഭവത്തൊക്കെ. നമ്മൾ ഇതേ സാധനം നമ്മുടെ ചാർട്ടിനകത്ത് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു 51,000 എന്നുള്ള റേഞ്ച്. അപ്പം 50,000 ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയുന്നില്ല. സോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബൈ ഓർഡേഴ്സ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. സോ കറക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മേ ബി ഇവിടെ വന്നിട്ടൊന്ന് തിരിച്ചു പോയി ആ ഓർഡേഴ്സ് എല്ലാം എടുത്ത് പോകാനുള്ള സാധ്യതകൾ നമുക്ക് കാണാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സോ അത് ഒരു ഇതാണ്. പിന്നെ ഈ ഒരു സംഭവത്തിൽ ഒരു ടോക്കൺ, ഇതിപ്പം എനിക്കറിയില്ല ഈ ടോക്കൺ ഇതിപ്പം പെയ്ഡ് മാർക്കറ്റിംഗ് ആണോ ഇതെന്തോന്ന് അറിയാൻ എനിക്കറിയില്ല ഈ ടോക്കണെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം ഇവിടെ വന്ന ന്യൂസാണ്, ദീസ് മീം കോയിൻ പ്രസസ് ആസ് മോസ്റ്റ് ക്രിപ്റ്റോ കറൻസീസ് സ്ലൈഡ് ആഫ്റ്റർ സീസൺ. പുള്ളിക്കാരന് കേസ് വിധിച്ചതിന് ശേഷം ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഭയങ്കര രീതിയിൽ എന്തൊക്കെയോ വന്നു എന്നാണ് പറയുന്നത്. മേ ബി ഐ തിങ്ക് ഇറ്റ്സ് എ പെയ്ഡ് പ്രൊമോഷൻ, ബട്ട് സ്റ്റിൽ എന്താ സംഭവം എന്നറിയില്ല. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല കേട്ടോ. ഈ കങ്കോമോൺ എന്ന് പറഞ്ഞ പ്രീസെയിൽ നടക്കുന്നുണ്ട്. സോ അതിന് വലിയ രീതിയിൽ ഒരു ഇത് നടക്കുന്നതാണ് പറയുന്നത്. ഇത് ഏതാണെന്ന് എനിക്കൊന്നും അറിയില്ല. സോ ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ ഇത് പറയണമെന്ന് വന്നല്ല, ഈ ഒരു ന്യൂസ് നോക്കിയപ്പം ഈ ഒരു ടോക്കണിന്റെ പേര് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീസെയിലൊക്കെ നടക്കുന്നുണ്ട് എത്തീരിയത്തിനകത്താണ്. ലൈക്ക് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഈ ഒരു ടോക്കൺ വെറുതെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, വേണമെങ്കിൽ മീൻസ് പ്രീ സെയിലിൽ വാങ്ങാം, ലിങ്ക് അതങ്ങനെ വിട്ടേക്ക്, അത്രേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് CZ കേസിന്റെ കാര്യം, ബിറ്റ് കോയിന്റെ റാലി, ഈ ഒരു ഡൗണിന് മെയിനായിട്ടുള്ള കാരണങ്ങളും എന്താവാം എന്നുള്ള രീതിയാണ്, ഇതായിരിക്കാം എന്നുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.